ഗ്രീൻലാൻഡിനെ ചൊല്ലി ലോകം വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. എന്നാൽ ദാവോസിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരൊറ്റ കൂടിക്കാഴ്ച, അതിലൂടെ യൂറോപ്പിനെ വരുതിയിലാക്കി ട്രംപ്. ഗ്രീൻലാൻഡ് വാങ്ങുന്നില്ല, പക്ഷേ അമേരിക്കയുടെ പതാക അവിടെ പാറിപ്പറക്കുമെന്ന് ഉറപ്പിച്ചു. എന്താണ് ട്രംപിന്റെ പുതിയ ഗ്രീൻലാൻഡ് ട്വിസ്റ്റ്? നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് 8 രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിരുന്ന 10% അധിക തീരുവ ട്രംപ് പിൻവലിച്ചു. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ നിർണായക തീരുമാനം. എന്നാൽ ഇത് വെറുമൊരു പിന്മാറ്റമല്ല, ഒരു മനമാറ്റമല്ല, കൃത്യമായൊരു ഉടമ്പടി ഇതിന് പിന്നിലുണ്ട്. ഗ്രീൻലാൻഡിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ചോദിച്ച ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സൈപ്രസ് മോഡലാണ്. അതായത് ഗ്രീൻലാൻഡിന്റെ പരമാധികാരം ഡെൻമാർക്കിന് തന്നെയായിരിക്കും. എന്നാൽ ചെറിയൊരു ഭാഗം, കൃത്യമായി പറഞ്ഞാൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലം അമേരിക്കയ്ക്ക് വിട്ടു നൽകണം. ബ്രിട്ടന് സൈപ്രസിൽ ഉള്ളതുപോലെയുള്ള സൈനിക നിയന്ത്രണമാണ് അമേരിക്ക ഗ്രീൻലാൻഡിൽ ലക്ഷ്യമിടുന്നത്. അവിടെ ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ഉയരും. മുൻപ് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ നീക്കത്തെ നോർവേ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ 8 യൂറോപ്യൻ രാജ്യങ്ങൾ എതിർത്തിരുന്നു. ഇതിനുള്ള മറുപടിയായിട്ടാണ് ഫെബ്രുവരി 1 മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത്. ഈ സാമ്പത്തിക സമ്മർദ്ദമാണ് നാറ്റോയെയും യൂറോപ്പിനെയും ഇപ്പോൾ ചർച്ചയുടെ മേശപ്പുറത്ത് എത്തിച്ചിരിക്കുന്നത്. തീരുവ വേണ്ട, പകരം ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് ഇടം നൽകാമെന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ്. ഇതൊരു വെറും ഭൂമി ഇടപാടല്ല. ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും സ്വാധീനം ഉറപ്പിക്കുന്നത് തടയുക എന്ന അമേരിക്കയുടെയും നാറ്റോയുടെയും പ്രധാന ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണത്. അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും കലവറയായ ഗ്രീൻലാൻഡിൽ ഖനനാവകാശവും നാറ്റോ രാജ്യങ്ങളുമായി പങ്കിടാൻ അമേരിക്ക തയ്യാറാണ്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡിനെ ഒരു കോട്ടയാക്കി മാറ്റി ഉത്തര അമേരിക്കയെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ട്രംപിന്റെ തന്ത്രം. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോടെ ആഗോള വിപണിയിലും ഉണർവുണ്ടായി. താൻ ബലം പ്രയോഗിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കില്ല എന്നും, എന്നാൽ ലോക സുരക്ഷയ്ക്ക് ആ മഞ്ഞുപാളി, അങ്ങനെയാണ് പറഞ്ഞത്, ആ മഞ്ഞുപാളി ഗ്രീൻലാൻഡിന് പറഞ്ഞതാണ്, ആ മഞ്ഞുപാളി ലോക സുരക്ഷയ്ക്ക് വേണ്ടി അനിവാര്യമാണെന്നുമാണ് ട്രംപ് പറയുന്നത്. കരാറിന്റെ ബാക്കി നടപടികൾ വൈസ് പ്രസിഡന്റ് JD വാൻസും മാർക്കോ റൂബിയോയും ചേർന്ന് പൂർത്തിയാക്കും. വ്യാപാര യുദ്ധം ഒഴിവായെങ്കിലും ആർട്ടിക് മേഖലയിൽ പുതിയൊരു അധികാര സമവാക്യം രൂപപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.